ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 2ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് STD2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ആക്ടിവിറ്റി 1 നോക്കൂ മക്കളെ. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ ആൻഡ് റൈറ്റ്. വരച്ച് എഴുതാനാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. കംപ്ലീറ്റ് ദ പിക്ചർ ഓഫ് ദ ഹൗസ് ആൻഡ് കളർ ഇറ്റ്. അവിടെ നമുക്കൊരു പകുതി ഫിൽ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ ഫോട്ടോ ഉണ്ടല്ലേ, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ മക്കളെ. അത് ടീച്ചർ ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്കൊന്ന് കളറും കൂടി പെട്ടെന്ന് ചെയ്ത് നോക്കാം. നോക്കൂ, മിസ്സിനെ കൊണ്ടാവുന്ന വിധം മിസ്സ് കളർ ചെയ്തിട്ടുണ്ട്. ഇനി മക്കൾക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ അഥവാ വരികയാണെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ ചിത്രം വരച്ച് കളർ ചെയ്യണം കേട്ടോ. അതിന് താഴെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. എണ്ണിയിട്ട് എഴുതാനാണ് പറയുന്നത് കേട്ടോ. എന്താണ് എണ്ണാനുള്ളത് നോക്കൂ. നമുക്കിവിടെ ഒരു ഷേപ്പ് തന്നിട്ടുണ്ട്, ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ. അപ്പോൾ പല പല ഷേപ്പുകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായിരിക്കും? യെസ്, ഓരോ ഷേപ്പുകളും എത്ര എണ്ണം വീതമുണ്ട് എന്നായിരിക്കുമല്ലോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ഷേപ്പുകൾ എണ്ണിയിട്ട് അതിന് നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാലോ ഷേപ്പുകൾ ഏതെല്ലാമാണെന്നൊക്കെ. ഏതെല്ലാം ഉണ്ട് മക്കളെ? സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, അതുപോലെ ട്രയാങ്കിൾ ഉണ്ട്. നമുക്ക് ഓരോന്ന് എണ്ണി നോക്കാം. ആദ്യം സർക്കിളാണ്. സർക്കിൾ എത്ര എണ്ണം ഉണ്ട് നോക്കാലോ. 1 2 3 4 5 6 7 8 9 10 11 സർക്കിൾസ് ആണുള്ളത്. അതുപോലെ ഇനി അടുത്തത് റെക്റ്റാങ്കിൾ. ചതുരങ്ങൾ എത്ര എണ്ണം ഉണ്ട് മക്കളെ? 1 2 3 4 5 6 7 8 9 റെക്റ്റാങ്കിൾസ് ആണ് ആകെയുള്ളത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ട്രയാങ്കിൾസ് ആണ്. 1 2 3 4 ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആക്ടിവിറ്റി 2 നോക്കൂ. ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. നമ്മളോട് നമ്പേഴ്സ് ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. അതിൽ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ മിസ്സിംഗ് കോളംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാണ്? പ്ലസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കൂ, ഫസ്റ്റത്തെ ക്യൂബിൽ 3 10 ഉണ്ട്. 10 + 10 10 + 10 = 30 അല്ലേ? ആൻഡ് 1 1 1 1 4 1 ഉണ്ട്. അപ്പോൾ എത്ര ഉണ്ടാവും? 4. 10 + 4 = 34 എന്ന് എഴുതിയിട്ടുണ്ടല്ലേ അതിൽ. ഇനി സെക്കൻഡ് ബിയിൽ അവിടെ എത്രയാണെന്ന് എഴുതിയിട്ടില്ല, അത് നമ്മൾ എഴുതണം. ഓക്കെ അല്ലേ? ബിയിൽ ആകെ ഒരു 10 ഉള്ളൂ ഫസ്റ്റിലെ ക്യൂബിൽ. ആൻഡ് 1 + 1 + 1 + 1 4 1. 10 + 4 എത്രയാണ്? 14 ആണല്ലേ, 14 അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ. സി നോക്കൂ. 10 + 10 10 + 10 എത്രയാണ്? 20 ആണല്ലേ. ആൻഡ് അടുത്ത ക്യൂബിൽ അവിടെ എത്ര എണ്ണം ഉണ്ട് എന്ന് തന്നിട്ടില്ല അല്ലേ. 1 എത്ര എണ്ണമാണ് തന്നിട്ടില്ല. പക്ഷെ = 23 ആണ്. 20യിലേക്ക് എത്ര കൂട്ടിയാലാ മക്കളെ 23 കിട്ടുന്നത്? 3 ആണ് അല്ലേ. അപ്പൊ നമുക്ക് അവിടെ 3 1 ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇനി ഡി നോക്കൂ. ഡി 10ന്റെ ക്യൂബിൽ ഒന്നും തന്നിട്ടില്ല അല്ലേ. ആൻഡ് 4 1s തന്നിട്ടുണ്ട്. = 44 ആണ്. 4ലേക്ക് എത്ര കൂട്ടിയാലാ 44 ആവുക? എത്ര പ്രാവശ്യം 10 വേണം? 4 പ്രാവശ്യം 10 വേണം അല്ലേ. 40 + 4 ആണ് 44. ലാസ്റ്റ് നോക്ക്. 10ന്റെ ക്യൂബിൽ ഒന്നുമില്ല. ആൻഡ് എത്ര 1 ആണ് അവിടെ? 1 2 3 4 5 6 1s ആണല്ലേ. = 36 എന്നാണ് തന്നിട്ടുള്ളത്. 6ലേക്ക് എത്ര ആഡ് ചെയ്താലും മക്കളെ 36 ആവുന്നത്? 30 ആഡ് ചെയ്താല് 30ക്ക് എത്ര 10 വേണം? 3 10s അല്ലേ. അപ്പൊ നമുക്ക് 3 10s അവിടെ എഴുതാം. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഈ നമ്പേഴ്സ് എഴുതാനാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് എഴുതി നോക്കാലോ. ഏറ്റവും ചെറുത് ഏതാണ് മക്കളെ ഇതില്? ബി ആണല്ലേ, 14. നെക്സ്റ്റ് 23, അടുത്തത് 34, 36, ഏറ്റവും വലുത് 44 ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്? ആക്ടിവിറ്റി 3, ഹൂ ആം ഐ? ഞാൻ ആരാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്കിവിടെ ഒരു ഫ്ലവർ പോട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഒരു പൂക്കളൊക്കെ ഉള്ള ഒരു ചെടി തന്നിട്ടുണ്ട്.
ഫൈൻഡ് മീ ആൻഡ് റൈറ്റ് ഓൺ ദ ഫ്ലവർ പോട്ട്. എന്നെ കണ്ടുപിടിച്ച് ഫ്ലവർ പോട്ടിൽ അഥവാ ചെടിയുടെ ചട്ടിയിൽ എഴുതാനാണ് പറയുന്നത്. റൈറ്റ് അബൌട്ട് മീ ഓൺ ഫ്ലവേഴ്സ് ഓൾസോ. എന്നെ കുറിച്ച് ചെടികളിലും എഴുതണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഏത് നമ്പർ ആണ് ഇവിടെ പറയുന്നത്? നമ്മൾ നോക്കാലോ, ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് നോക്കാം. നോക്കൂ, 10 + 10 + 10 + 2. 10 + 10 20 ആണ്. 20 + 10 30. 30 + 2 എത്രയാണ്? 32. അപ്പൊ നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 32 ആണ്. അപ്പൊ ഫ്ലവർ പോട്ടിൽ 32 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഓരോരോ ഫ്ലവറിലും 34ന്റെ പ്രത്യേകത അല്ലെങ്കിൽ 34 കിട്ടാനുള്ള ചാൻസുകളൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഫസ്റ്റ് ഫ്ലവറിൽ നോക്ക്, 4 ലെസ് ദാൻ 36. 36നേക്കാൾ 4 കുറവ്. 36ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 32 ആണ്. ഇനി സെക്കൻഡ് വൺ നോക്കൂ, ബിറ്റ്വീൻ 31 ആൻഡ് 33. 33ക്കും 31നും ഇടയിൽ ആരാണ്? 32 ആണ്. നെക്സ്റ്റ് നോക്ക്, 2 മോർ ദാൻ 30. 30നേക്കാൾ 2 കൂടുതൽ. 30 + 2 = 32. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞു അല്ലെ. ഇതുപോലെ 32 കിട്ടുന്ന മറ്റ് മാർഗങ്ങൾ എന്തെല്ലാമാണ് എന്ന് എഴുതാനാണ് പറയുന്നത് കേട്ടോ. നമുക്ക് എഴുതി നോക്കാലോ. 20 + 12. 20ലേക്ക് 12 ആഡ് ചെയ്ത് എത്രയാ മക്കളെ കിട്ടുക? 32 ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കൂ, 60 + 16. 16ലേക്ക് 16 കൂട്ടിയാലും എത്ര തന്നെയാണ്? 32 ആണ്. 2 ലെസ് ദാൻ 34. 34നേക്കാൾ 2 കുറവ്. 34 - 2 = 32. ലാസ്റ്റ് വൺ, 10 മോർ ദാൻ 22. 22ലേക്ക് 10 ആഡ് ചെയ്ത് എത്രയാണ് കിട്ടുക? 32 ആണ് കിട്ടുന്നത്. ആക്ടിവിറ്റി 4 നോക്കൂ, ലെറ്റ്സ് ഫൈൻഡ്. കണ്ടുപിടിക്കാനാണ് പറയുന്നത്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. മിസ്സായിട്ടുള്ള നമ്പേഴ്സ് എഴുതണം കേട്ടോ. ഫസ്റ്റ് ലോറിയിൽ 99, 100, 91 കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണല്ലോ ഉള്ളത്. ഇനി നെക്സ്റ്റ് നോക്ക്, 121 മാത്രമേ ഉള്ളൂ. 121 മാത്രമേ ഉള്ളൂ ഇവിടെ. അതിന്റെ അപ്പുറവും അതിന്റെ ഇപ്പുറവും ഉള്ളത് നമ്മൾ എഴുതണം. ഓക്കെ, 121ന് മുമ്പുള്ളത് ഏതായിരിക്കും? 120 ആയിരിക്കും. നെക്സ്റ്റ് ഉള്ളത് 122. ഓക്കെ, അടുത്ത ലോറിയിൽ നോക്ക്, 150, 151. അതിന് 150യുടെ തൊട്ട് മുമ്പിലുള്ള നമ്പർ നമുക്ക് മിസ്സിംഗ് ആണ്. എത്രയായിരിക്കും? 149 ആയിരിക്കും. അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കൂ, ലെറ്റ്സ് കംപ്ലീറ്റ് ഇറ്റ്. കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. 110, 120, 130. അടുത്ത എത്രയായിരിക്കും? 140, 150. 10 പ്ലസ് ചെയ്താ വരുന്നത്. സെക്കൻഡ് വൺ നോക്കൂ, 160, 150, 140. ഇവിടെ നോക്കൂ, മൈനസ് ചെയ്താലേ വരുന്നത്. അപ്പൊ എത്രയാണ് മൈനസ് ആവുന്നത്? 60 മൈനസ് എത്രയാണ്? 50. 10 ആണ് ഇവിടെ മൈനസ് ചെയ്ത് വരുന്നത് അല്ലേ. അപ്പൊ 10 മൈനസ് ചെയ്ത് നോക്കൂ, 140 - 10 = 130. 130 - 10 = 120. ഓക്കെ, ആദ്യത്തെ പാറ്റേണിൽ 10 പ്ലസ് ചെയ്താണെങ്കിൽ രണ്ടാമത്തെ പാറ്റേണിൽ 10 മൈനസ് ചെയ്താണ് നമ്മൾ എഴുതിയത്. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ? യെസ്. ഇനി ആക്ടിവിറ്റി 5 നോക്കൂ, ലെറ്റ്സ് ഡ്രോ ദ മാച്ചിങ് വൺസ്. നമ്മളോട് യോജിച്ചതിന് നേരെ വരച്ച് ചേർക്കാനാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കൂ, എന്തായിരിക്കും അത്? ആ ബോളിന് നേരെ ആയിരിക്കും. സെക്കൻഡ് വൺ നോക്കൂ, എന്തിനു നേരെ ആയിരിക്കും? ബിസ്ക്കറ്റിന് നേരെ ആയിരിക്കും. തേർഡ് വൺ നോക്കൂ, എന്തിനു നേരെ ആയിരിക്കും? ആ ബോട്ടിലിന് നേരെ ആയിരിക്കും അല്ലേ. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇനി അടുത്ത് നോക്കൂ, എന്താണ്? ഹൂ ഈസ് നെക്സ്റ്റ്? അടുത്തത് ആരാണ് എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. നോക്ക്, ഫസ്റ്റ് ട്രയാങ്കിള് അവിടെ ആയിരുന്നു, പിന്നെ മുകളിലായി, പിന്നെ ഈ സൈഡിലായി. അടുത്തത് ഏതായിരിക്കും? താഴെ ആയിരിക്കും അല്ലേ. അപ്പൊ താഴെ അതിന്റെ നേരെയുള്ള സൈഡില്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നോക്കൂ, ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും കറക്റ്റ് ട്രയാങ്കിളും സെയിം പൊസിഷനിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഏതായിരിക്കും? എ ആണോ, ഡി ആണോ? യെസ്, ഡി ആയിരിക്കും കേട്ടോ. എയില് സർക്കിള് നോക്കൂ, ഫസ്റ്റ് പിക്ചറിന്റെ അതേ പൊസിഷനിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഡി ആയിരിക്കും. ഇനി അതിലെ സി ക്വസ്റ്റ്യൻ നോക്കൂ, സർക്കിൾ ദ ഓഡ് വൺ. ഒറ്റപ്പെട്ടതിന് നേരെ സർക്കിൾ ചെയ്യാനാണ് പറയേണ്ടത്. നോക്കൂ, അവിടെ ഒരു 4 പിക്ചേഴ്സ് ഉണ്ട്. അതിൽ ഏതാ മക്കളെ കറക്റ്റ് അല്ലാത്തത്? യെസ്, ചോക്ലേറ്റ് ആണ്. ലാസ്റ്റ് വൺ അല്ലേ. ബാക്കി 3ഉം സെയിം ഷേപ്പ് ആണ്. അപ്പോൾ ചോക്ലേറ്റിന് നേരെ സർക്കിൾ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മക്കൾക്ക് എല്ലാവർക്കും അതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്